നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ദിവസം അടുക്കുംതോറും CPM വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. പ്രചരണങ്ങൾക്ക് ആവേശം നൽകേണ്ടുന്ന ഈ സമയത്ത് ആവേശം നൽകാൻ CPMന് ആളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് വഴിമാറുകയാണ്. പുറത്തുനിന്ന് വരാനും ആവേശം കൊള്ളിക്കാനും ആളില്ലാതെ CPMും ഇടതുമുന്നണിയും ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഗതികേടിൽ നിൽക്കുകയാണ് നിലമ്പൂരിൽ. UDFും LDFുമാണ് അല്ലെങ്കിൽ കോൺഗ്രസും CPMുമാണ് നിലമ്പൂരിൽ യഥാർത്ഥ മത്സരം നടക്കുന്നത്. അതിൽ UDFന് വേണ്ടി ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നു. നിലമ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്ത് ആ മണ്ണും മനസ്സും കീഴടക്കി യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി. അതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം UDFന് അനുകൂലമായി മാറുകയും ചെയ്തു. ഇനിയും വേണമെങ്കിൽ കോൺഗ്രസിന് വരാൻ ഒട്ടനവധി പേർ ഉണ്ട്. രാഹുൽ ഗാന്ധി വരാനുണ്ട്, മല്ലികാർജുൻ ഖർഗെ വേണമെങ്കിൽ വരാം, DK ശിവകുമാറോ സച്ചിൻ പൈലറ്റോ കനയ്യ കുമാറോ ഒക്കെ തുടങ്ങിയ ആവേശം കടലിരമ്പിക്കാൻ കഴിയുന്നവർ ഒട്ടനവധിയുണ്ട് കോൺഗ്രസിനകത്ത്. അതുപോലെ തന്നെ മരുഭൂമിയിൽ ഒരു മഴ പെയ്തതുപോലെ PV അൻവറിന് വേണ്ടി യൂസഫ് പട്ടാനും ഇന്നലെ നാടിളക്കി പ്രചരണം നടത്തി. എന്നാൽ അൻവറിനുള്ളൊരു പരസ്യ പ്രചാരകൻ പോലും അല്ലെങ്കിൽ ഒരു താരപ്രചാരകൻ പോലും CPMന് ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളത് അവർ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ആ തകർച്ചയിലേക്ക് CPM എത്തിയത് തന്നെ പിണറായി വിജയന്റെ ഏകാധിപത്യമാണെന്ന് പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ അങ്ങാടിയിൽ വെച്ച്. CPMന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയെക്കാളും ദേശീയ സെക്രട്ടറിയെക്കാളുമെല്ലാം പിണറായി എന്ന കേരള മുഖ്യമന്ത്രി വളർന്നു കഴിഞ്ഞു. സത്യത്തിൽ ഒരു ഏകാധിപത്യം. അദ്ദേഹത്തിനേക്കാളും വലിയ ആളില്ലാതെ പോയ CPMൽ പിണറായി തന്നെയാണ് താരപ്രചാരകൻ. എന്നാൽ പിണറായി വിജയന്റെ നിലമ്പൂരിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ തന്നെ കാണാത്ത തരത്തിൽ ഗതികേടിലാണ്. എത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും അദ്ദേഹം ഒരു സ്ഥലത്ത് തമ്പടിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ യാചന നടത്തിയിട്ടില്ല ഇതുവരെ. ദിവസങ്ങളായി നിലമ്പൂരിലെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ താമസിച്ച് ഉച്ചയ്ക്ക് ശേഷം 2 യോഗങ്ങളിൽ മാത്രം പങ്കെടുത്ത് ബാക്കി സമയങ്ങളിൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളത് പേരാണ് CPM ആ രാജാവിന് നൽകിയിരിക്കുന്നത്. പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ സീതാറാം യെച്ചൂരിയോ കാരാട്ട് ദമ്പതിമാരോ വന്ന് ഇവിടെ പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെയുള്ള ഒരു ജനറൽ സെക്രട്ടറി, അതും മലയാളിയാണ്, MA ബേബി. ഓളം സൃഷ്ടിക്കാൻ പോയിട്ട് ഒരാളെ പോലും അധികം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനാകില്ല എന്നത് യാഥാർത്ഥ്യം. മാത്രമല്ല CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്തത് പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമായ പിണറായി വിജയനും അത് പിന്നിൽ നിന്ന് നോക്കി നിന്നത് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലായിരിക്കുന്നു. അത്രയേ ഈ ദേശീയ സെക്രട്ടറിക്ക് വിലയുള്ളൂ. പിന്നെ ആരാണ് ആവേശം കൊള്ളിക്കാൻ വരിക എന്നൊരു ധർമ്മസങ്കടത്തിലാണ് CPM. കുറച്ചു കാലമായി നമുക്കറിയാം, ആവേശം കൊള്ളിക്കാം എന്ന പേരിൽ സാധാരണ എത്താറുണ്ടായിരുന്നത് പിണറായി വിജയനും. അദ്ദേഹവും ഇപ്പോൾ പ്രതിരോധത്തിൽപ്പെട്ട് വെറും സാധാരണക്കാരനായി മാറിയ നിലമ്പൂരിൽ ഒരു ശോകമൂകമാണ് LDF ക്യാമ്പിൽ മൊത്തമുള്ളത്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് യൂസഫ് പട്ടാന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും വരവ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരങ്ങളും മലപ്പുറം പരാമർശവും വന്യജീവി ആക്രമണവും അടക്കം 100 പ്രശ്നങ്ങൾ CPMനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ UDF ബഹുദൂരം മുന്നിലെത്തുകയും PV അൻവർ അത്യാവശ്യം മേൽക്കൈ നേടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നിലമ്പൂരിന്റെ ചിത്രം എന്ന് തന്നെ പറയേണ്ടി വരും.